മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛാ, ഇന്ന് നമ്മൾ മറ്റൊരാളിൻ്റെ ഗാനത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. പി.വി. തൊമ്മിയുടെ എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി. വളരെ പ്രശസ്തമായ ഗാനം. ഭവനങ്ങളിൽ പഴയ കാലങ്ങളിൽ ഇന്നും ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന ഒരു നന്ദി സൂചകമായ ഒരു ഗാനം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഏത് അർത്ഥത്തിൽ നമുക്ക് പാടാവുന്ന ഒരു ഗാനം. ഈ ഗാനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ അച്ഛാ? ഈ തൊമ്മി ഉപദേശിയെക്കുറിച്ച് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെ, അദ്ദേഹം 19-ാം നൂറ്റാണ്ടിലെ അവസാനവും 20-ാം നൂറ്റാണ്ടിലെ ആരംഭത്തിലുമായി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. 1881 ജനനം. 1919 അദ്ദേഹം കടന്നുപോയി എന്ന് പറയുന്നത്. അത് ആയുസിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ കടന്നുപോയി എന്ന് പറയുന്നത്. പി.വി. തൊമ്മി എന്ന് പറയാം, പി.വി. തൊമ്മി ഉപദേശി എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹം സുവിശേഷകനായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാട് എന്ന് പറയുന്നത് കുന്നംകുളത്താണ്. കുന്നംകുളക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഈ ഭാഷയിൽ നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. പഠിക്കാൻ നന്നായി സമർത്ഥനായിരുന്നു. അതുകൊണ്ട് അധ്യാപകവൃത്തിയിലേക്കാണ് ആദ്യം പ്രവേശിച്ചത്. പക്ഷേ സുവിശേഷ വേല ദൈവനിയോഗമായി സ്വീകരിച്ചുകൊണ്ട് പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറിയ വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം ഗാനങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുണ്ട്. എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം എന്നാരംഭിക്കുന്ന ഗാനം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊന്നാണ് അതെന്ന് പറയുന്നത്. ഉദ്ദേശം എത്ര ഗാനങ്ങൾ? കൃത്യം പറയാൻ 10-100 പാട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. എനിക്ക് സാറ് പറഞ്ഞ ഈ പാട്ടില്ലേ, എന്നോടുള്ള സർവ്വ നന്മകൾക്കായി എന്നുള്ളത്, ഈ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു കണക്ക് കൂട്ടാൻ ഒക്കില്ലെങ്കിൽ പോലും ഇതാണ്. കാരണം ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും നമ്മൾ പാടുന്ന നല്ല മുഹൂർത്തങ്ങളിലൊക്കെ, അതായത് നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചയക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, നമ്മളൊരു ഗ്രഹം പണിയുന്ന തുടങ്ങുന്ന സമയത്ത്, അതുപോലെ അതിൻ്റെ വിശുദ്ധ കൂദാശ അർപ്പിക്കുന്ന സമയത്ത്, ജീവിതത്തിൻ്റെ ഏത് മംഗള മുഹൂർത്തത്തിലും നമുക്ക് പാടി തുടങ്ങാം. ദൈവമേ നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്തോത്ര ഗീതമാണ് പ്രധാനമായിട്ട് പറയുന്നത്. തൊമ്മി ഉപദേശിയെക്കുറിച്ചൊരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ മധ്യവയസ്സിൽ വെച്ച് തന്നെ ദൈവസന്നിധി ചേർക്കപ്പെട്ട വ്യക്തിയാണ് പറഞ്ഞത്. അദ്ദേഹം സുവിശേഷ വേലയും തന്നാലാവുന്ന സാമൂഹ്യ പ്രവർത്തനവും ഒന്നിച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിന് അനുഭവിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോളറ ബാധിത പ്രദേശമായിട്ടൊരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായി. അപ്പോൾ അന്ന് ഉപദേശി സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ടാണ് അവരെ പരിചരിക്കാനും ശുശ്രൂഷിക്കും. അതെ, സുവിശേഷം അതാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായതുകൊണ്ട് ചെയ്താണ് പറഞ്ഞത്. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു ദിവസം വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാനും കോളറ ബാധിതനാണെന്ന് ബോധ്യമായി. അന്ന് ആ സന്ധ്യ തികച്ചില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് 3 പെൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നു പറയുന്നത്. മൂത്ത കുഞ്ഞ് എന്ന് പറയുന്നത് സ്കൂളിൽ പോകുന്നതേ ഉള്ളൂ. ആ കുഞ്ഞ് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ കുഞ്ഞിനെ ചാരത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉപദേശി പറഞ്ഞു, മക്കളെ അപ്പച്ചൻ കടന്നു പോവുക, പക്ഷേ സ്വർഗത്തിൻ്റെ അപ്പച്ചൻ നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മിച്ചോണെന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഇത് ഇന്നും എൻ്റെ കണ്ണ് നിറയും. കാരണം ഈ 3 പെൺകുഞ്ഞുങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹം കടന്നു പോകുന്നത്. ഇന്ന് പെൺകുഞ്ഞുങ്ങളെ വിവാഹത്തിന് ഒരുക്കി അയക്കുമ്പോൾ നമ്മൾ പാടുന്നത് സർവ്വ നന്മകൾക്കായി എന്ന് പറയുന്ന ആ ഗാനമാണെന്ന് പറയുന്നത്. അപ്പോൾ ദൈവ സന്നിധിയിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, വെറും വാക്കുകളിലുള്ള സമർപ്പണമല്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ തന്നെ ഒരു ഗാനമാക്കി മാറ്റിയ ഒരു അപൂർവ ഗാനരചയിതാവാണ് പി.വി. തൊമ്മി ഉപദേശി. ഈ തൊമ്മി ഉപദേശിക്ക് നേരത്തെ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ജനിച്ചതും വളർന്നതും അവരുടെ എല്ലാം ഈ മധ്യ തിരുവിതാംകൂർ മേഖലയിലായിരുന്നു. എന്നാൽ ഈ ഇദ്ദേഹം മാത്രം കുന്നംകുളത്തുകാരൻ ആണെന്ന് ഇപ്പോൾ അച്ഛൻ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അവിടെ നിന്ന് ഇങ്ങനെയൊരു പാട്ട് എഴുതാൻ താല്പര്യം കാണിച്ചൊരു? കുന്നംകുളം ആ പ്രദേശം ആ കാലത്ത് ആത്മീയമായി ഉണർത്തപ്പെട്ട പ്രദേശങ്ങളായിരുന്നു. ഉദാഹരണം നാഗൽ സാഹിബിനെ പോലുള്ള ആളുകൾ അവിടെ വരികയും ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത ഒരു ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സെൻട്രൽ ട്രാവൻകൂറിലുണ്ടായ ആത്മീയ ഉണർവ് പോലെ തന്നെ അവിടെ കുന്നംകുളം പ്രദേശം, കുന്നംകുളം തൃശ്ശൂർ ഭാഗത്ത് അതോടൊപ്പം തന്നെ ഒരുപാട് എതിർപ്പ് അവർക്കുണ്ടായിട്ടുണ്ട്. ഇവിടത്തേക്കാൾ വ്യത്യസ്തമായി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടായിരിക്കണം അവർക്ക് കുറച്ചുകൂടെ ആത്മീയമായ കരുത്ത് ഏറെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ പോലെ മറ്റുള്ളവരാരെങ്കിലും ഈ കുന്നംകുളം കേരളത്തിന്റെ വടക്കൻ ഏരിയയിൽ നിന്ന് ഗാനം എഴുതിയതായി ടി.ജെ. ആൻഡ്രൂ എന്നൊക്കെ പറഞ്ഞ ആ പ്രദേശത്തുള്ള വേറെ സുവിശേഷകരും ഉണ്ട്, വേറെ പാട്ടുകാരും ആ കൂട്ടത്തിൽപ്പെടുന്നവരായിട്ടുണ്ട്.
അത് നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്തം വന്ദനമേ, എൻ്റെ പൊന്നീടയനന്തം വന്ദനമേ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ നാഥ, അന്തികയുള്ള മഹൽ ശക്തി നീയേ. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനെ. മന്നിടത്തിലടിയാൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു, ദേവാ വന്ദനം ചെയ്യും തിരുനാമത്തിനു. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. മന്നിടത്തിലടിയാൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു, ദേവാ വന്ദനം ചെയ്യും തിരുനാമത്തിനു. അച്ഛാ, അതുപോലെയുള്ളൊരു ഗാനമാണ് ഒന്നുമില്ലായ്മയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ഇതും ഈ പറഞ്ഞ പോലെ വളരെ പരിചിതമായ, എല്ലാവരും എല്ലാ സമയത്തും ഉപയോഗിക്കുന്നൊരു ഗാനമാണ്. കൺവെൻഷൻ വേദികളും ഭവനങ്ങളിലും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഗാനവും കൂടെയാണിത്. അതുപോലെ ഈ ഗാനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇതുപോലെ ആശ്രയത്വ ബോധമാണെന്ന് തോന്നുന്നു, അല്ലേ ചാ? അതെ, ആശ്രയബോധമാണ്. ആശ്രയബോധമുള്ള ഒരു നല്ല രചനയാണിത്. ഈ ഗാനം ഈ അജ്ഞാത കർത്തൃത്വം എന്ന് വേണമെങ്കിൽ പറയാം. ആരാ എഴുതിയതെന്ന് നമുക്ക് വലിയ ബോധ്യമില്ല. അച്ഛൻ അതിനെക്കുറിച്ച് വേറെ ആരെഴുതി എന്ന് വല്ല എന്തെങ്കിലും രേഖകളോ? ആരെഴുതി എന്നതിനെക്കുറിച്ചുള്ള ഒരു നമ്മുടെ മനസ്സിലിപ്പോൾ ഇല്ല. പക്ഷെ വളരെ പരിചിതമാണ് താനും. ഇതൊരു ഇംഗ്ലീഷ് ട്യൂണ് ഒരു എവിടെയോ കടന്നു കയറി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തർജ്ജമയാണെന്നായിരുന്നു ഒരു ധാരണ എന്ന് പറയുന്നത്. പക്ഷേ ഇത് വിവർത്തനമല്ല, അങ്ങനൊരു കൃതിയല്ല. ഇതൊരു മലയാള ഗാനം തന്നെയാണ്. ശോഭയേറെ നാടുന്നുണ്ടത് എന്ന് പറയുന്ന ട്യൂണിലാണ് ഇത് രചിച്ചിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ഇതേറെ സമയം പാടുന്നത് സാർ പറഞ്ഞ വിലാപഭവനത്തിലാണ് പാടുന്നത്. പക്ഷേ വിലാപഭവനത്തിൽ പാടാവുന്നൊരു പാട്ട് എന്നതിനേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്ന ഒരു ഗാനമാണിത്. നീ എന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്നത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് വേദപുസ്തകത്തിൽ നൽകുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ശരിക്കും പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് അങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് വരുന്നത്.
അപ്പോൾ അത് ഓർമ്മിച്ചുകൊണ്ട് ദൈവമേ നിനക്ക് ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നു എന്നർത്ഥം വരും. മഹാകൃപയ്ക്കായി. അതെ, നമ്മൾ എത്രയോ ഈ പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ എത്രയോ എളിയവരാണ്. ദൈവം നമ്മെ എത്രയോളം അത്ഭുതകരമായി പരിപാലിക്കുന്നു. അത് ഓർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹവും ആനന്ദവും. അതെ, അത് വളരെ വിനീതമായൊരു ഭാവന, ഒരു മനസ്സിൽ നിന്ന് ഉറവെടുത്ത ഒരു ഗീതമാണ് ഒന്നുമില്ലായ്മയിലും തന്നെ എന്നും ആരംഭിക്കുന്ന ഈ ഗീതം എന്ന് പറയുക. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ രചയിതാവ് ഇന്നും നമുക്ക് അജ്ഞാതനാണ്. അപ്പോൾ ആ ഭക്തനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം. നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തൻ്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയിൽ നീതിയിൻ വാടാമൊഴികളും തന്മക്കൾക്ക് സ്വർഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീ
നിജപാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അച്ഛാ, അതുപോലെ മനോഹരമായ ഒരു ഗാനമാണ് സ്വർഗ നാട്ടിലൻ പ്രിയൻ തീർത്തിടും എന്ന് തുടങ്ങുന്ന ഗാനം. ഭവനങ്ങളിലും പള്ളികളിലൊക്കെ മിക്കവാറും ഉപയോഗിക്കുന്നൊരു ഗീതവുമാണ്. ഒരു പ്രത്യാശ ഗീതം എന്ന് വേണമെങ്കിൽ പറയാം. ചാൾസ് ജോൺ എഴുതിയ ഗാനമാണ്. ചാൾസ് ജോണിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചതാണ്. ഈ ഗീതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ അച്ഛാ? നല്ല കുറേ ഭക്തിഗാനങ്ങൾ ആധുനിക കാലത്ത് നമുക്ക് നൽകിയ ഒരു ഗാനരചയിതാവാണ് ചാൾസ് ജോൺ എന്ന് പറയുന്നത്. സാധു എന്നെ കൈവിടാതെ എന്ന് പറയുന്ന മഹാനോക്ക് അദ്ദേഹത്തിൻ്റെ രചനകളാണ് പറയുന്നത്. രചനാപരമായ ഗുണം കൊണ്ട്, സംഗീതപരമായ സൗന്ദര്യം കൊണ്ട്, അതുപോലെ ലാളിത്യത്തിലുള്ള ആവിഷ്കരണം കൊണ്ടൊക്കെ നമ്മളെ വളരെ ഹൃദയത്തിൽ ആകർഷിക്കുന്ന. അപ്പോൾ സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും എന്ന് പറയുന്ന ഈ ഗാനം എന്ന് പറയുന്നത് സാറ് പറഞ്ഞൊരു പ്രത്യാശ ഗാനമാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഈ ഭൗതികമായി നമ്മൾ ജീവിച്ചു തീർക്കുന്ന ഈ തലം, ഈ ലോകത്തിലെ തലം. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് വരുവാന ലോകത്തെ കുറിക്കുന്ന സങ്കല്പമാണ്. ആ സങ്കല്പത്തിലാണ് നമ്മൾ സ്വർഗ്ഗനാട്, സ്വർഗ്ഗവീട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, അതിനപ്പുറത്തുള്ള ജീവിതമാണ് കാമ്യം എന്നൊരു ആശയമാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സുവിശേഷം അതാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുക എന്നുള്ളതല്ല. ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ആ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പം നമുക്ക് മനസ്സിലെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ ഇന്ന് ഉള്ള ഈ പാട്ടുകൾക്ക് ഒരു ചെറിയൊരു പരിമിതി എനിക്ക് തോന്നിയിട്ടുള്ളത്, വളരെ പ്രകടമായി പ്രത്യാശയെക്കുറിച്ച് പറയുന്ന പാട്ടുകളായി നേരെയുള്ളൂ. പ്രതിഫലം തന്നിടുവാൻ, യേശുരാജൻ തന്നിടാറായി എന്ന് പറയുന്ന പാട്ടുകളൊക്കെ അങ്ങനെയാണ് വളരെ പോപ്പുലർ ആയിട്ടുണ്ടെന്ന് പറയുന്നത്. കാരണം മുൻപ് ഈ സാധു കൊച്ചുദേശിയുടെ പാട്ടിൻ്റെയൊക്കെ ആ തലത്തിലേക്കൊന്നും വരുന്നു എന്ന് പറയാൻ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരെ ആവിഷ്കരിക്കുന്ന ഈ വസ്തുത എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നിത്യ സത്യങ്ങളിലൊന്നാണ്. അത് ലളിതമായും മനോഹരമായും ആവിഷ്കരിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പതിയുന്നതാണ്. ഈ പാട്ട് അവസാനിക്കുന്ന തന്നെ കർത്താവായ യേശു വേഗം വരണമെന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്ന അതേ ടൂണിലാണ് ഈ പാട്ട് അവസാനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യാശ നിർഭരമായ ഒരു മനസ്സിൽ നിന്ന് ഉറവെടുക്കുകയും നമ്മുടെ മനസ്സിൽ പ്രത്യാശ വിതയ്ക്കുകയും ചെയ്യുന്ന ഒരു ഗാനമാണ് ചാൾസ് ജോണിൻ്റെ ഈ ഗാനം എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ഇവരൊക്കെ നന്നായിട്ട് ഈ ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ തലമുറ ഇത്തരത്തിൽ ഗാനങ്ങളെ സമീപിക്കുന്നുണ്ടോ? എന്താണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം? ഇന്നത്തെ തലമുറയുടെ പാട്ടുകൾ അത്രത്തോളം ആഴമുള്ളതാണെന്ന് പറയാൻ നിർവാഹകൻ പറയുന്നു. അത് ഒരുപക്ഷെ ഈ ആവിഷ്കരണത്തിൻ്റെ ഭംഗി കുറവ് കൊണ്ടൊന്നും ആയിരിക്കണമെന്നില്ല. ഈ അനുഭവത്തിന് തീവ്രത കുറവാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സാധ്യത എൻ്റെ വിചാരം. കാരണം ഈ മുൻ തലമുറ പാടിയിരുന്നത് അവരുടെ തീവ്രമായ അനുഭവങ്ങളിൽ നിന്നാണ്. ആ ഉറവെടുത്തതായതുകൊണ്ട് അതിന് കുറേ കൂടി ആഴമുണ്ട്, അതിന് കുറേ കൂടി അർത്ഥസാന്ദ്രതയുണ്ട്. ഇന്ന് അത്രത്തോളം വരുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ പുതിയ പാട്ടുകളെല്ലാം മോശമാണെന്ന് പറയാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. എന്നാൽ പഴയ പാട്ടുകളുടെ നിലവാരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സന്ദേഹം ഈ പാട്ടുകളിലൂടെ മൊത്തം കടന്നു പോകുന്നവർക്ക് ബോധ്യമാണ്. അതെ, തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഉണ്ട്. ഏതായാലും ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ.
യാത്രയിൽ എന്നും ഖിന്നത മാത്രം. എന്നീ മന്നിതിൽ സിയോൻ യാത്രയിൽ എന്നും ഭിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിരുന്നു. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിരുന്നു. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിരുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിരുന്നു. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും എന്ന ഗാനം ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മുടെ എല്ലാം ജീവിതം ഈ സ്വർഗനാട് ലക്ഷ്യമാക്കിയുള്ളൊരു ജീവിതവുമായാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. ക്രിസ്തീയതയുടെ അടിസ്ഥാനം തന്നെ ഇതാണ്. നമ്മളെല്ലാം ആ രണ്ടാമത്തെ ലോകത്തെ ആഗ്രഹിക്കുന്നു, കാംക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു.
അത്തരത്തിൽ നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തൻ്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ.